സുഹൃത്തുക്കളെ, മലയാളികൾ മിക്കവാറും എല്ലാവരും, അതുപോലെ വയനാട്ടുകാർ പ്രത്യേകിച്ചും ഒരു ദുഃഖകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അവരെ നമ്മൾ സഹായിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സംഭാവന ചെയ്യാൻ കഴിയുന്നവർ അവരവർക്കാവുന്ന വിധത്തിൽ സംഭാവന ചെയ്യണം. ഇത് പൂർണ്ണമായിട്ടും ഓഡിറ്റഡ് ആയിട്ടുള്ള ഒരു നിധിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പൈസ അനധികൃതമായിട്ട് ചിലവഴിക്കില്ല എന്നുള്ള ഉറപ്പാണ്. ഞാൻ ഇന്ന് ചെയ്യുന്നത്, നമ്മൾ തൃശ്ശൂരിലെ പ്രതാപനും ശ്രീനാ പ്രതാപനും ഒക്കെ തുടങ്ങി ആളുകളെ പറ്റിച്ച ഒരു തട്ടിപ്പ് കമ്പനിയുണ്ട്, ഹൈറിച്ച്. അതിനെപ്പറ്റി ഞാൻ 40ഓളം വീഡിയോകളും 10ഓളം പോസ്റ്റുകളും ഇട്ടിരുന്നു. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരുമാനം മൊത്തമായിട്ടും, ഞാൻ ഇതുവരെ കിട്ടിയിട്ടുള്ള ആ പൈസ മുഴുവനായിട്ടും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണം. അതായത് ഹൈറിച്ചുകാരായ നിങ്ങൾക്ക് എല്ലാവർക്കും, ഹൈറിച്ചുകാരല്ലാത്തവരും ആയവരുമായിട്ടുള്ള എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പണമാണ് ഇത്. അത് ഞാനായിട്ട് കൊടുക്കുന്നതല്ല, നിങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഹൈറിച്ചിൻ്റെ ധാരാളം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരുമാനം നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ വയനാട്ടിലെ പാവപ്പെട്ടവർക്ക് ഒരു രാത്രി പുലരുന്നതിന് മുൻപ് മൊത്തം പണവും നഷ്ടപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള വിഹിതമായിട്ടുള്ള ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുകയാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ. ഹൈറിച്ച് തട്ടിപ്പാണോ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ സെപ്റ്റംബർ 15-ാം തീയതിയോ മറ്റോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇതാണ് ഹൈറിച്ചിനെ പറ്റി ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടതും ഏറ്റവും കൂടുതൽ ആളുകൾ ഈ തട്ടിപ്പിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ കാരണമായിട്ടുള്ളതുമായിട്ടുള്ള വീഡിയോ. ഈ വീഡിയോയ്ക്ക് അത്യാവശ്യം വളരെ വലിയ രീതിയിലുള്ള ഒരു പേയ്മെൻറ്റ് നമുക്ക് കിട്ടിയിരുന്നു. ആ പേയ്മെൻറ്റ് നമ്മൾ ഇതിന് കൊടുക്കുകയാണ്. അതുപോലെ രണ്ടാമത്തെ വീഡിയോ, ഹൈറിച്ച് തട്ടിപ്പ് പൊളിച്ചത് ആര് എന്നുള്ള രീതിയിലുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഡിസംബർ മാസത്തിൽ. ആ വീഡിയോയ്ക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള പണം നമുക്ക് യൂട്യൂബ് തന്നിട്ടുണ്ട്. ആ പണവും നമ്മൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് പോകുന്നത്. അതുവഴി വയനാടിനെ ഒരു പരിധി വരെയെങ്കിലും തിരികെ കൊണ്ടുവരാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൈറിച്ച് തുറക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ശ്രീനാ പ്രതാപൻ്റെ മുഖചിത്രവുമായിട്ട് വന്നിട്ടുള്ള മറ്റൊരു വീഡിയോ ഉണ്ട്. അതും അത്യാവശ്യം വളരെയധികം ആളുകളെ ബോധവൽക്കരിക്കാൻ ഉദ്ദേശിച്ച് നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അതും ധാരാളം ആളുകൾ 28,000 പേരോ മറ്റോ കാണുകയും അത്യാവശ്യം നല്ല പണം നമുക്ക് തരികയും ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടുകൊണ്ട് ധാരാളം ആളുകൾ കേസ് കൊടുക്കുന്നതിനായിട്ട് മുന്നോട്ട് പോയി. പിന്നെ അടുത്ത ഏറ്റവും ഉയർന്ന ഒരു ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ, ഇവരെല്ലാം സുപ്രീം കോടതിയിലേക്ക് പോകുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഇത് ഹൈക്കോടതിയിലും കേസ് തോറ്റ് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. സുപ്രീം കോടതിയിലേക്കൊന്നും പോയിട്ടൊന്നുമില്ല. ഹൈറിച്ച് ഇവിടെയൊക്കെ തന്നെ തോൽക്കാൻ റെഡിയായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോയിൽ നിന്ന് കിട്ടിയിട്ടുള്ള നമുക്കുള്ള പൈസയും കൂടെ നമ്മൾ ഈ ഇതിനായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ 36ഓളം വീഡിയോകൾ അഡീഷണലായിട്ട്, ഈ 4 വീഡിയോകളല്ലാതെ അഡീഷണലായിട്ട് 36ഓളം വീഡിയോകളും, അതുപോലെ 10 കാരണങ്ങൾ, ഹൈറിച്ച് തകരാനുള്ള 10 കാരണങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുള്ള മണി ചെയിൻ മേഖലയിൽ നിൽക്കുന്നവരും മണി ചെയിൻ ചേരാനായിട്ട് നിൽക്കുന്നവരും ശ്രദ്ധിക്കേണ്ട 10 പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള വീഡിയോയും ആളുകൾ നന്നായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം കിട്ടിയിട്ടുള്ള പൈസ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വഴി വയനാട്ടുകാർക്ക് എത്തിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ CMDRF കേരള എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ലിങ്ക് കിട്ടും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് പ്രശ്നങ്ങളിൽ ഉള്ള ആളുകൾക്ക് പണം ലഭിക്കാനായിട്ടും ഈ സൈറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. സാന്ത്വനം എന്ന് പറഞ്ഞിട്ടുള്ള പോർട്ടലാണിത്. അതുപോലെ നിങ്ങൾക്ക് CMDRFൽ നിങ്ങൾ അടയ്ക്കുന്ന ഓരോ തുകയും, നിങ്ങൾ ഇപ്പം 1000 രൂപ അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 500 രൂപ നിങ്ങളുടെ ടാക്സ് ഡിഡക്ഷനുമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ള കാര്യവും കൂടെ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് പണം എത്തുന്നതിനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗം ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസാസ്റ്റർ റിലീഫ് ഫണ്ട് തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് വയനാടിന് വേണ്ടി സ്റ്റാൻഡ് വിത്ത് വയനാട് എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഡൊണേഷൻ കൊടുക്കാനുള്ള പേജാണ്. ഈ പേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ കാണുന്ന ഓറഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിനുവേണ്ടി ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
ഡൊണേറ്റ് ആസ് ആൻ ഇൻഡിവിജ്വൽ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ 1 രൂപ മുതൽ എത്ര രൂപ ആണെങ്കിലും നിങ്ങൾക്ക് ഈ വയനാടിന് വേണ്ടി ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈറിച്ചിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരുമാനമെല്ലാം ടോട്ടൽ ചെയ്തുകൊണ്ട് ആ എമൗണ്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതുപോലെ ഞാൻ എൻ്റെ പേര്, ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ മൊബൈൽ നമ്പർ മുതലായിട്ടുള്ള കാര്യങ്ങളും ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതുപോലെ നമ്മൾ കൃത്യമായിട്ടാണ് നമ്മളൊരു റോബോട്ട് രീതിയിലല്ല എന്നുള്ളത് ഉറപ്പുവരുത്താനായിട്ട് ഒരു ക്യാപ്ച കോഡും കൂടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ ബട്ടൺ, അതിന് താഴെ ഒരു ഓക്കെ ബട്ടൺ ഉണ്ട്, അത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് പേയ്മെൻറ്റ് ഗേറ്റ് വേ, ഏത് ബാങ്കിൻ്റെ ബാങ്ക് ത്രൂ നിങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യണം. ഇത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ പേരല്ല, ഇതൊക്കെ പേയ്മെൻറ്റ് ഗേറ്റ് വേസ് ആണ്. അതായത് നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ് ആ ബാങ്ക് വഴി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും പേയ്മെൻറ്റ് ഗേറ്റ് വേ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ICICI ബാങ്കിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഞാൻ എൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഇത് പേയ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളത് പറയട്ടെ. അപ്പോൾ ഈ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ ICICI ബാങ്കിൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേ വഴി ഞാൻ ഈ പേയ്മെൻറ്റ് നടത്താനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. എൻ്റെ ക്രെഡിറ്റ് കാർഡ് നമ്പർ കൊടുത്തു, എൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് കൊടുത്തു, അതുപോലെ ക്രെഡിറ്റ് കാർഡിൻ്റെ CVV നമ്പർ, അതായത് കാർഡിൻ്റെ ബാക്കിലുള്ള 3 അക്കത്തിൻ്റെ നമ്പറും കൊടുത്തു. അതിനുശേഷം ഞാൻ ചെയ്യേണ്ടത് മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. ഈ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ കാർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരികയാണ് ചെയ്യുക. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ കാണുന്ന സ്ക്രീനിലാണ്. ഇവിടെ നിങ്ങൾക്ക് ആ കാർഡിൻ്റെ ഡീറ്റെയിൽസും നിങ്ങൾ എത്ര രൂപയാണ് ആർക്കാണ് ഡൊണേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ കാണിക്കാം. അത് കൺഫേം ചെയ്തുകൊണ്ട് നിങ്ങൾ ബാങ്കിൻ്റെ OTP നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. ആ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡിൽ നിന്ന് അത്രയും പൈസ ഡെബിറ്റ് ചെയ്യുകയും CMDRF മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അത് ഡെപ്പോസിറ്റ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾക്കിപ്പോൾ ആ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് കാണാം. അതുപോലെ നിങ്ങൾക്ക് അതിൽ 2 ഓപ്ഷൻ കാണാം, ഡൗൺലോഡ് റെസിപ്റ്റും ബാക്കും. ഡൗൺലോഡ് റെസിപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു റെസിപ്റ്റ് കിട്ടും. ഈ റെസിപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടാക്സ് അടുത്ത തവണ ടാക്സ് ഫയൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ടാക്സ് ഡിഡക്ഷൻ കിട്ടുന്നതിനായിട്ട് ഈ റെസിപ്റ്റ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം കൊടുക്കുക എന്നുള്ളത്. അത് ഏറ്റവും കൃത്യമായിട്ട് ഏറ്റവും ഡയറക്റ്റായിട്ട് കിട്ടാൻ സാധ്യതയുള്ളത് CMDRF വഴിയുള്ള ഡെപ്പോസിറ്റുകൾ ചെയ്യുന്നത് വഴിയാണ്. അങ്ങനെ നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുക, നമ്മളുടെ വയനാടിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരാനുള്ളത്. ഈ ഹൈറിച്ചിൻ്റെ തട്ടിപ്പുകളെ പറ്റിയിട്ടുള്ള 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്. അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.